യാത്ര എന്തിനാ ഇങ്ങനെയുള്ള ഒരു യാത്ര എന്ന് ആലോചിച്ച് പോകും. അത്രയും റഫ് ആൻഡ് ടഫായിരിക്കും യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ കാമാണ്, സുഖമായിട്ട് യാതൊരു വിധത്തിലുള്ള ക്ഷീണം ഉണ്ടാവില്ല. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന അതേ അവസ്ഥയാണ്. ഒരു പ്രശ്നങ്ങളില്ലാതെ യാത്ര സുഖമായിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു കപ്പലുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു പായക്കപ്പലാണ്, സെയിലിംഗ് ബോട്ടാണ്. അതായത് എൻജിനൊന്നും ഉപയോഗിക്കാതെ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് തുണി മാറ്റി കെട്ടിയിട്ട് ആ ബോട്ടാണ് പോകുന്നത്. സെയിലിംഗ് ബോട്ടാണ്. അതിൽ പോയി മീൻ പിടിക്കുകയാണെങ്കിൽ യാതൊരുവിധ ചിലവുമില്ല. അതിലേക്കാണ് പോയിക്കൊണ്ട് ഇത് മുകളിലുള്ള ആളുടെ കാലാണ് കേട്ടോ. അത് ഡെക്കിലിരിക്കുകയാണ്. അങ്ങ് ദൂരെയുള്ളൊരു വലിയൊരു ബോട്ടാണ് കേട്ടോ. അത് എന്ത് ബോട്ടാണെന്ന് അറിയില്ല. സെയിലിംഗ് ബോട്ടിലാണിത്. സെയിലിംഗ് ബോട്ടിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ എൻജിൻ ബോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ആൾക്കാർ യാത്രയ്ക്ക് മെയിനായിട്ട് സെയിലിംഗ് ബോട്ട് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അധികം കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് അത്രയും സ്പീഡിൽ പോകരുത്. ഒരു 4-5 പ്രാവശ്യം അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഐലൻഡിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. വളരെ സ്മൂത്തായിട്ട് നല്ല സ്പീഡിൽ തന്നെ പോകരുത്. ഒരുവിധ ചിലവുകളും ഇല്ല. പക്ഷേ ഡയറക്ഷൻ മാറ്റിക്കെട്ടാൻ അറിയണം. ഡയറക്ഷൻ അനുസരിച്ചിട്ട് തുണി മാറ്റിക്കെട്ടാൻ അറിയും വേണം. ഇത് വലിയൊരു ബോട്ട് തന്നെയാണത്. ഫിഷിംഗ് ബോട്ടോ അതോ പെട്രോൾ ബോട്ടോ എന്നറിയില്ല. പെട്രോൾ ഡീസൽ സപ്ലൈ ചെയ്യുന്ന ബോട്ടാണെന്ന് അറിയില്ല. ദൂരെയായിട്ടൊരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. ചെറിയൊരു സ്പീഡ് ബോട്ടാണ്. അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് അതിന്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്താണ്. ഇനിയിപ്പോൾ ആ ഒരു ഐലൻഡാണ്. ഐലൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ആളെ എടുത്തിട്ട് അങ്ങനെ പോവാണ്. ഇവിടെ കണ്ടമാനം ഫ്ലൈയിങ് ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബോട്ടിൽ പോകുന്ന സമയത്ത് കാണാൻ കഴിയും. ഈ ഐലൻഡിൽ നിന്ന് ഐലൻഡുകൾ ദൂരാണിത്. പിന്നെ ഈ ഏരിയ മെയിനായിട്ട് ഡോൾഫിൻസ് പാസ് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. അത് ഡോൾഫിൻസ് കൂട്ടമായിട്ട് പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് കാണാൻ കഴിയും കൂട്ടായിട്ട് ബോട്ടിൻ്റെ മുന്നിൽ കൂടെ തന്നെ ടച്ച് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. ഇത് എൻജിൻ ബോക്സ് കാര്യങ്ങളൊക്കെയാണ്. ഇത് പിൻവശമാണ് ബോട്ടിൻ്റെ. ഡെക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് മുകളിൽ. ഒന്ന് പോയി നോക്കാം. ഇതാണ് മുകൾ ഭാഗം. ഇവിടെ പൈമാരൊക്കെ ഇരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ആയിട്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ. കാരണം മുകളിൽ നിന്നുള്ള വ്യൂ. അതിമനോഹരമാണ് കേട്ടോ മുകളിലത്തെ വ്യൂ വന്നിട്ട്. അതാ ഡോൾഫിൻസ് ഉണ്ട്. ഇതാ അവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഡോൾഫിൻസ് കൂട്ടായിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ. ഡോൾഫിൻസ് ഇതാ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല. ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. യെസ്, അതെ ഗ്രൂപ്പ്. വലിയൊരു ഗ്രൂപ്പാട്ടത്.
അതിനെന്താ പറയുക, സ്കൂൾസ് ഓഫ് ഡോൾഫിൻസ് എന്നാ പറയുക, ഡോൾഫിൻ ഗ്രൂപ്പിന് ദൂരെയായിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോൾഫിൻസ് പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്, ഈ ഭാഗങ്ങളൊക്കെ. മുകൾ ഭാഗത്താണുള്ളത്, ബോട്ടിൻ്റെ മുകൾ ഭാഗം. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ, മനോഹര കാഴ്ചയാണേ. കാരണം സീ റഫല്ല, അതുകൊണ്ട് നമുക്ക് മുകൾ ഭാഗത്തൊക്കെ നിന്ന് നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. സീ റഫാണെങ്കിൽ ഇതിനൊന്നും സൗകര്യമില്ല കേട്ടോ, ഇതൊന്നും പറ്റില്ല. ബോട്ട് ആടിക്കൊണ്ടിരിക്കും, വളരെ റിസ്ക്കിയാണ് യാത്രയൊക്കെ. ഇത് ദൂരെയായിട്ടൊരു ബോട്ട്, സാധാ ബോട്ട് പോകുന്നുണ്ട്. മെയിനായിട്ട് ഈ വെള്ളി ശനി ദിവസങ്ങളിലാണ് ഇവർ മാക്സിമം യാത്രയൊക്കെ ചെയ്യുന്നത്, ഒരു ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് പോകുന്നത്. കാരണം മക്കളുടെ ഒക്കെ സ്കൂള് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് ഫ്ലൈയിങ് ഫിഷ് പറക്കുന്നത് കാണാൻ പറ്റി. അതേപോലെ തന്നെ ഡോൾഫിൻസ്, ഗ്രൂപ്പ് ഓഫ് ഡോൾഫിൻസിനെ നമ്മൾ കണ്ടു. സാധാരണ അങ്ങനെ കാണാൻ പറ്റും, ചില സമയങ്ങളിലുള്ള യാത്രയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതുണ്ടോ, ദൂരെയായിട്ട് പല പല ഐലൻഡ്സ്. പിന്നെ മാൽദീവ്സിൽ ഭംഗി എന്ന് പറയുന്നത്, ബ്യൂട്ടി എന്ന് പറയുന്നത് ബീച്ചസ് ആണ്. ഒരു രക്ഷയില്ലാത്ത ബീച്ച്. നമ്മുടെ ലക്ഷദ്വീപ് അതേപോലെ തന്നെയാണ്. ലക്ഷദ്വീപിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല, നോക്കാം എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെന്ന്. ഇതൊരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സാധാരണ ഒരു ഫെറി പോലെ തന്നെ. ഇതാണ് മീൻ പിടിക്കുന്ന ചെറിയൊരു ബോട്ടാണിത്. ഇതാണ്ടോ, തൊട്ട് ഐലൻഡ്സ് ആണ്. ഇതൊരു ഐലൻഡ്. അപ്പോൾ ഈ ഐലൻഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.